വിത്തർ നമസ്കാരം കഴിഞ്ഞു, ഇശായി നിസ്കരിച്ചു, വിത്തർ നിസ്കരിച്ചു. വിത്തർ നമസ്കരിച്ചു കഴിഞ്ഞാൽ മോശമായ കാര്യങ്ങൾ പറയാനോ കാണാനോ കേൾക്കാനോ നിൽക്കല്ലേ, നേരത്തെ പോയി കിടന്നുറങ്ങണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നാലാമത്തെ കാര്യം, ഇശാ നമസ്കാരം കഴിഞ്ഞാൽ വിത്തർ നിസ്കരിച്ചു വീട്ടിൽ വന്ന് ഭക്ഷണവും കഴിച്ചിട്ട് നീ എന്ത് ചെയ്തരുത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് ടിവിയുടെ മുന്നിൽ പോയി ഇരിക്കരുത്. ടിവിയുടെ മുന്നിൽ പോയിട്ട് ഇരിക്കരുത്. ബെഡ്റൂമിൻ്റെ അകത്തോട്ട് കയറി പെൺകുട്ടികളൊക്കെ മൊബൈൽ അങ്ങോട്ട് എടുത്ത് ജിയോ എടുത്തിട്ട് കാമുകനെ വിളിച്ചിട്ട് ഉപദേശിക്കുക, ഡാ നിസ്കരിച്ചോടാ ആണല്ലോ. മൊബൈൽ അങ്ങോട്ട് എടുത്തു വെച്ചിട്ട് മണിക്കൂറുകളോളം ഉപദേശം. കാമുകൻ കാമുകിയെ ഉപദേശിക്കുന്നു, കാമുകൻ കാമുകിയെ ഉപദേശിക്കുന്നു. നേരെ തിരിച്ചും നിസ്കരിക്കണം, ഖുർആൻ ഓതണം, സ്വലാത്ത് പറയണം, ശഅബാ മാസവ സ്വലാത്ത് പറഞ്ഞു. ഇതൊക്കെയാ പറയണേ, ഇതൊക്കെയാ ഉപദേശം. പിന്നെ ചിലരാണെങ്കിൽ നെഞ്ചത്തിങ്ങനെ വെച്ച് 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 അള്ളാഹുബെ സിനിമ കണ്ടങ്ങ് ഉറങ്ങും. ഇപ്പൊ മൊബൈലിനകത്താണല്ലോ എല്ലാം. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കാനുള്ള നാലാമത്തെ കാര്യം, നേരത്തെ കാലത്തെ കയറിക്കിടന്ന് ഉറങ്ങിക്കോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം മലക്കുകൾ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്നാമത്തെ കാര്യം, ദുനിയാവിനെ വെറുത്തിട്ട് ആഖിറത്തിനെ ഇഷ്ടപ്പെട്, നീ രക്ഷപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബാ, ഞാൻ സ്വർഗം കണ്ടു സ്വഹാബാ. റസൂലുള്ളാഹി പറയുന്നു, ഞാൻ സ്വർഗത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആരാണെന്ന് തിരിച്ചറിയുന്നില്ല, നല്ല പരിചയമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ അത്ഭുതത്തോടെ നിൽക്കുമ്പോ മലക്കുകൾ വിളിച്ചു പറയുന്നു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ നബിയേ, ആ പോകുന്നത് ബിലാലാണ് നബിയേ. അള്ളാഹുവിന്റെ റസൂലിനോട് മലക്കുകൾ പറയുകയാണ്, ആ പോകുന്നത് ബിലാലാണ് നബിയേ. റസൂലുള്ളാഹിന് വല്ലാത്ത അത്ഭുതമായി. ബിലാലിനെ മലക്കിന് പരിചയമാ, ബിലാല് തങ്ങളെ മലക്കുകൾക്ക് നല്ല പരിചയമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇത് പറയുമ്പോ അതാ ബിലാല് തങ്ങള് പ്രവാചകന്റെ മുന്നിലിരുന്ന് കരയുകയാണ്. അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, ബിലാലേ, സ്വർഗത്തിൽ നിന്നെ ഞാൻ എൻ്റെ മുന്നിൽ കണ്ടു ബിലാലേ. അല്ലാഹു നിനക്ക് സ്വർഗത്തിലെ പ്രതിഫലം തരാറ്. നീ നിന്റെ ജീവിതത്തിൽ എന്ത് നല്ല കാര്യമാണ് ചെയ്യുന്നത്? ബിലാല് തങ്ങൾ പറയുന്നു, രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? മലക്കുകളെ സ്നേഹിക്കണമെങ്കിൽ രണ്ടാമത്തെ കാര്യം എന്താ? ബിലാല് തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് എപ്പോഴും ഒളിവുണ്ടാകും നബിയേ. ബിലാല് തങ്ങൾ ഒളു മുറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒളിവെടുക്കുമായിരുന്നു. എപ്പോഴും ശുദ്ധിയോടുകൂടി നടക്കുന്ന ചെറുപ്പക്കാരനാ. ദായിമല്ലൊളു ഒളിവെടുക്കുന്ന മനുഷ്യന് മലക്കിന് വല്ലാത്ത ഇഷ്ടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അപ്പം മലക്കുകൾ ഇഷ്ടപ്പെടുന്ന രണ്ടാമത്തെ വിഭാഗം, എപ്പോഴും ഒളിവെടുത്തിട്ട് നടക്കുന്നവരെ മലക്കിന് വലിയ ഇഷ്ടമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ എപ്പോഴും ഒളിവെടുക്കാൻ ഞാൻ പറയുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, 24 മണിക്കൂറും ഒളിവെടുത്തിട്ട് നടക്കാൻ ഞാൻ പറയുന്നില്ല. ഒളിവ് എടുക്കുന്ന സമയത്തെങ്കിലും നേരെ ഒന്ന് എടുത്താൽ മതി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒളിവെടുക്കുന്ന സമയത്തെങ്കിലും സത്യം, നിങ്ങൾ നാളെ പള്ളിയിൽ പോകുമ്പോൾ, നാളെ ഏതെങ്കിലും ഒരു വക്കത്ത് നിസ്കരിക്കാൻ വരുമ്പോൾ ഈ പള്ളിയുടെ ഹൗലിൻ്റെ കരയിൽ നിങ്ങളൊന്ന് നിൽക്കണം. പള്ളിയിലെ ഹൗലിൻ്റെ കരയിൽ നിങ്ങളൊന്ന് നിൽക്കണം. ഹൗലിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ കാണുന്ന രംഗം എന്ന് പറഞ്ഞാൽ പല മോഡലിലുള്ള ഒളിവെടുപ്പ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കൈ മുട്ടുവരെ കഴുകണം. ഒളിവെടുക്കുമ്പോൾ എവിടെ വരെ കഴുകണം? എവിടെ വരെ കഴുകണം? മുട്ടുവരെ. ഒരല്പം മുകളിലേക്ക് കയറിയ അതിന് വേറെ പ്രതിഫലം. എന്നാൽ നിങ്ങൾ നാളെ പള്ളി വന്നിട്ട് ഹൗദിൻ്റെ കരയിൽ നിന്ന ഈ ചെറുപ്പക്കാർ ഓടി ഇങ്ങോട്ട് വരും. അവന് പിന്നെ കൈ കഴുകാൻ സമയമില്ല. അവന് കൈ കഴുകാൻ സമയമില്ല, വലിയ തെറുതിയ. അവൻ ഓടി ഇങ്ങോട്ട് വന്നിട്ട് ഈ കൈ അങ്ങോട്ട് ഹൗദിൻ്റെ അകത്തിട്ട് 3 മുക്കല ഇങ്ങനെ എക്സസൈസ്. തലമുടി 3 എണ്ണം നനഞ്ഞാൽ മതി. എങ്ങനെ നോക്കിയാൽ മതി? വെള്ളം തൊടും,